ഹലോ ഗായ്സ്, വെൽക്കം ടു ഗോൾഡൻ ഡയറി. നമ്മൾ ഇന്നിവിടെ കാണുന്നത് ബുഷ് ഓറഞ്ചാണ്. ഒത്തിരി കായ്കളുണ്ടാകും. ഇതിപ്പോൾ ഒരു 3 വർഷമായ ഓറഞ്ചാണ്. ഇതിൽ എപ്പോഴും കായാണ്. ഒരു ട്രിപ്പ് കാ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് പോയി തീർന്നു കഴിയുമ്പോൾ അടുത്തതുണ്ടാവും. അങ്ങനെ ഏത് സമയത്തും ഇതിന്മേൽ കായുണ്ട്. ഇതിന് ചെറു പുളിയാണ്, ഒത്തിരി മധുരമൊന്നുമില്ല. ഓറഞ്ച് പോലെ നന്നായിട്ട് പൊളിച്ചൊക്കെ എടുക്കാം. പക്ഷേ നമുക്ക് വെള്ളം കുടിക്കാനും അത് സിറപ്പാക്കാനും ഒക്കെ നല്ലതാണ്. വിറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇന്നിവിടെ ബുഷ് ഓറഞ്ച് സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് ഓറഞ്ച് പറിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഓറഞ്ചെല്ലാം നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം. നമുക്ക് നാരങ്ങ പിഴിയുന്നത് പോലെ അതോ കൈ കൊണ്ട് വേണമെങ്കിൽ നേരിട്ട് പിഴിഞ്ഞോ എങ്ങനെ വേണേലും അതിൻ്റെ നീരെടുത്താൽ മതി. വെള്ളം തൊടാൻ പാടില്ലെന്നേ ഉള്ളൂ. വെള്ളത്തിൻ്റെ അംശമില്ലാതെ പിഴിഞ്ഞെടുക്കണം. നമ്മൾ ഓറഞ്ച് മൊത്തം പിഴിഞ്ഞെടുത്തു. അതിൻ്റെ നീരെടുത്ത് നമുക്ക് ഒരു അളവ് ഗ്ലാസ്സിൽ അളന്നെടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് 2 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ്, സെയിം അളവിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം, അതിൻ്റെ ഇരട്ടി അളവിൽ 4 ഗ്ലാസ് പഞ്ചസാര. അതാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് സിറപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലാദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് സ്റ്റൗ ഓണാക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. ഇത് നന്നായി മെൽറ്റായി വരണം. പഞ്ചസാര ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. സിറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കുറുകി വരണം. നല്ല തിക്കായി വരണം. അതിനുവേണ്ടി ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കിയിട്ട് നമ്മൾക്കതൊന്ന് നല്ലൊരു നൂല് പോലെ ആകുന്നുണ്ടോ എന്ന് നോക്കണം. ആ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമ്മൾക്കിതിൻ്റെ ലായനി സിറപ്പ് ഓക്കെയാണ്. പഞ്ചസാര ലായനി ഇവിടെ നല്ല തിക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓറഞ്ച് നീര് ഒഴിച്ചു കൊടുക്കണം. ഓറഞ്ച് നീരൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതൊന്ന് നന്നായിട്ട് മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറി വരുമ്പോഴത്തേക്കും നമ്മൾക്കത് അരിച്ചെടുത്ത് വയ്ക്കാം. നന്നായി ആറിയതിന് ശേഷം നിങ്ങൾ അരിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ വീഡിയോ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ തന്നെ അരിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് ചൂടുണ്ട്, അകത്ത് വീഴരുത്. പഞ്ചസാര ലായനിയാണ്, നന്നായിട്ട് പൊള്ളും. നമ്മുടെ ബുഷ് ഓറഞ്ച് സിറപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇത് നന്നായി തണുത്തതിന് ശേഷം നമ്മൾക്കൊരു ചില്ല് കുപ്പിയിൽ ഒഴിച്ചു വെച്ച് സൂക്ഷിച്ച് വയ്ക്കാം. കുറച്ച് ദിവസത്തേക്കോ ഉള്ളെങ്കിൽ അത് പുറത്തിരുന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കുന്നതാണ് നല്ലത്.
സിറപ്പ് ഒരു 1/4 ഗ്ലാസ് ഒഴിച്ച് ബാക്കി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മതി. പിന്നീട് വേറെ പഞ്ചസാരയോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ്. ബുഷ് ഓറഞ്ച് വീട്ടിലുള്ളവരെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിവിടെ 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി സിറപ്പാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.